first portion of theory of titrations. Adhyam redox titrations aanu. Redox reactions are those reactions involving oxidation and reduction. Or in redox titration, there involves an oxidation process and a reduction process. Oxidation is loss of electron, that is oil. Reduction is gain of electrons, rig. Oil rig എന്ന് ഓർത്തിരുന്നാൽ മതി. Oxidation is loss, reduction is gain. ഇനിയും oxidizing agent is something that helps in oxidation. Oxidation എന്ന് പറഞ്ഞാൽ എന്താ? Loss of electron. Electron lossനെ help ചെയ്യണമെങ്കിൽ that should accept electron. So oxidizing agent accepts electron and it gets reduced. Reducing agent loses electron and it gets oxidized. A reducing agent, it loses electron and it gets oxidized. Oxidizing agent gains electron and gets reduced. Redox titrationsനകത്ത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജൻസ് ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് KMnO4, potassium dichromate K2Cr2O7, steric sulfate CeSO4 twice, iodine, potassium iodide, etc. കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജൻസ് ഫെറസ് അമോണിയം സൾഫേറ്റ് അല്ലെങ്കിൽ മോർ സോൾട്ട്, ഫെറസ് സൾഫേറ്റ്, ഓക്സാലിക് ആസിഡ്, പൊട്ടാസ്യം അയഡൈഡ് എക്സെട്ര. ഇനിയും ഇതിൻ്റെ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ റിഡോക്സ് ടൈട്രേഷൻ വെച്ചിട്ട് വി ആർ എസ്റ്റിമേറ്റിംഗ് സം അൺനോൺ സൊല്യൂഷൻ and we will be using the same formula that we use for acid base titration. N1V1 is equal to N2V2 വെച്ചിട്ടാണ് ആസിഡ് ബേസ് ടൈട്രേഷനകത്ത് നമ്മൾ അൺനോൺ നോർമാലിറ്റി കണ്ടുപിടിക്കുന്നത്. അതേ ഫോർമുല തന്നെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ഹിയർ ദ റിയേജന്റ് ഈസ് ഇലക്ട്രോൺ. ഇവിടെ റിഡോക്സ് റിയാക്ഷൻസിനകത്ത് ഇലക്ട്രോൺസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. സോ വി ഹാവ് ടു ഗിവ് ആംപിൾ വെയിറ്റേജ് ടു ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫേർഡ്. സോ ഇൻ ദ ഇക്വേഷൻ നമ്മൾ സാധാരണ നോർമാലിറ്റിയും വോളിയവും കൂടാതെ there is one more term called stoichiometric ratio, which is the number of electrons that is transferred. ഈ റിഡോക്സ് ടൈട്രേഷനകത്ത് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് പെർമാംഗനോമെട്രി ആണ്. പെർമാംഗനോമെട്രി is a titration involving permanganate as the oxidizing agent. നമുക്കറിയാം പെർമാംഗനേറ്റ് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഇനിയും പെർമാംഗനേറ്റ് ടൈട്രേഷനകത്ത് ഇതൊരു ഇക്വേഷൻ ആണ്. പെർമാംഗനേറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു ടൈട്രേഷൻ ആണ്. ഈ ടൈട്രേഷനകത്ത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അയൺ ആണ്. അയൺ ഫെറസ് അയൺ ആണ്. ഫെറസ് അയൺ Fe2+ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്സിഡൈസിങ് ഏജന്റ് എന്താ ചെയ്യുന്നത്? ഓക്സിഡൈസിങ് ഏജന്റ് അക്സെപ്റ്റ്സ് ഇലക്ട്രോൺ. ഇവിടെ Fe2+ എന്ന് പറഞ്ഞാൽ ഈ അനാലിസിസ് അല്ലെങ്കിൽ അനലൈറ്റ് Fe2+ ആണ്. Fe2+ന്റെ ഇലക്ട്രോണിനെ Mn7+ എടുക്കും. KMnO4നകത്ത് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? KMnO4- ആണ്. ഓക്സിജൻ -2 ആണ്. അപ്പോൾ 4 × -2 -8. പിന്നെ ടോട്ടൽ ഒരു മൈനസ് ചാർജ് കൊണ്ട് വരുന്നത് കൊണ്ട് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. അപ്പൊ ഈ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള മാംഗനീസ് അയന്റെ ഇലക്ട്രോൺ വാങ്ങിച്ചിട്ട് Mn+2 ആകും. അതേ സമയത്ത് തന്നെ Fe2+ എന്നുള്ള കോമ്പൗണ്ട് Fe3+ ആകും. സോ ഇൻ റിഡോക്സ് ടൈട്രേഷൻ യൂസിങ് പെർമാംഗനേറ്റ് ഈസ് ദ ഓക്സിഡൈസിങ് ഏജന്റ്. ഇറ്റ് ആക്സെപ്റ്റ്സ് ഇലക്ട്രോൺ ഫ്രം ദ അനലൈറ്റ്. ഇവിടെ Fe2+നകത്തു നിന്ന് പെർമാംഗനേറ്റ് ഇലക്ട്രോണിനെ എടുത്തിട്ട് Fe3+ ആവും. ഇനി ഇവിടെ നോക്കിക്കേ, Mn7+ ആയിരുന്നു ഇത്. ഇതില് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. +7 മാംഗനീസ് +2 മാംഗനീസ് ആയി. ദാറ്റ് മീൻസ് 5 ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ്. സോ നമ്മൾ ഈ നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞല്ലോ, ഈ ഇക്വേഷനകത്തെ സ്റ്റോഷിയോമെട്രിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ആണ്. അല്ലെങ്കിൽ KMnO4ന്റെ ഇക്വലന്റ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഫോർമുല അല്ലെങ്കിൽ അതിന്റെ പൊട്ടാസ്യം + മാംഗനീസ് + ഓക്സിജൻ ആണല്ലോ നമ്മൾ ഇക്വലന്റ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഇക്വലന്റ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനിയും KMnO4 കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നങ്ങളല്ല, KMnO4 യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. KMnO4ന്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിന്റെ ഓക്സിഡൈസ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മീഡിയം. നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം അനുസരിച്ചാണ്
KMnO4ന്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ മാറുന്നത്. അസിഡിക് സൊല്യൂഷനകത്ത് അതൊരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പക്ഷെ ന്യൂട്രൽ സൊല്യൂഷൻ ആകുമ്പോഴത്തേക്ക് അതിന്റെ ഓക്സിഡൈസിങ് പവർ കുറയും. ആൽക്കലൈൻ സൊല്യൂഷൻ ആകുമ്പോഴത്തേക്ക് അത് പിന്നെയും കുറയും. അതായത് KMnO4ന് ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവ് മീഡിയത്തിനനുസരിച്ച് ഡിഫർ ചെയ്യും. ഇൻ എ സ്ട്രോങ്ലി അസിഡിക് സൊല്യൂഷൻ KMnO4 is a very strong oxidizing agent and it accepts 5 electrons. But when the alkalinity or when the pH changes, the number of electrons that KMnO4 can receive will vary. So whenever we do titration using KMnO4, we always carry out the titration in acidic solutions. അത് നിങ്ങൾ മനസ്സിൽ വെച്ചോണം. നമ്മൾ ടൈട്രേഷൻ തുടങ്ങുമ്പോൾ എപ്പോഴും KMnO4 ആസിഡിക് സൊല്യൂഷൻ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ച് സൾഫ്യൂരിക് ആസിഡ് മീഡിയത്തിൽ മാത്രമേ നമ്മൾ KMnO4 ടൈട്രേഷൻ ചെയ്യത്തുള്ളൂ. ഇനി KMnO4 ഒരു പിങ്ക് കളർ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ആ പിങ്ക് കളർ ഉള്ളത് കൊണ്ട് KMnO4 is a സെൽഫ് ഇൻഡിക്കേറ്റർ. KMnO4 ടൈട്രേഷനകത്ത് നമുക്ക് ഇൻഡിക്കേറ്റർ വേണ്ട. അപ്പോൾ എൻഡ് പോയിന്റിന് മുമ്പ് ഒരു കളർലെസ് സൊല്യൂഷൻ ആയിരിക്കും. അത് വൺസ് ടൈട്രേഷൻ കഴിഞ്ഞ് അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് റിഡോക്സ് പ്രോസസ്സ് കഴിയുമ്പോൾ എ പിങ്ക് കളർ വിൽ റീറ്റെയിൻ. അത് നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് കാണാം. KMnO4 ആഡ് ചെയ്യുമ്പോൾ നോക്കിയേ, റിയാക്ട് ചെയ്യുന്നതനുസരിച്ച് KMnO4ന്റെ കളർ പൊക്കോണ്ടിരിക്കും. ഫൈനലി റിയാക്ഷൻ കഴിയുമ്പോൾ അതൊരു ലൈറ്റ് പിങ്ക് കളർ വരും. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് റിഡോക്സ് പ്രോസസ്സ് എന്താണെന്നായിരുന്നു. പ്രോസസ് ഇൻവോൾവിംഗ് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതിൽ ആദ്യം നമ്മൾ പഠിച്ചത് പെർമാംഗനമെട്രി ആണ്. പെർമാംഗനമെട്രി ടൈട്രേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഓക്സിഡൈസിങ് ഏജന്റ് ആയതുകൊണ്ട് അത് ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ മീഡിയം ആണ്. അത് സ്ട്രോങ്ലി അസിഡിക് മീഡിയത്തിലാണ്. KMnO4 is a പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ്. സോ എന്തുകൊണ്ടാണ് നമ്മൾ KMnO4 ടൈട്രേഷൻ സൾഫ്യൂരിക് ആസിഡിൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ബിക്കോസ് KMnO4 or the oxidizing power or the redox potential അല്ലെങ്കിൽ oxidation potential of KMnO4 is more in strongly acidic solution എന്നുള്ളതാണ് അതിന്റെ ആൻസർ. KMnO4 ഒരു പവർഫുൾ ഓക്സിഡന്റ് ആണ്. നമ്മൾ ബിഫോർ റിയാക്ഷൻ അല്ലെങ്കിൽ പ്യുവർ KMnO4 ഒരു പിങ്ക് കളറാണ്. പക്ഷേ റിയാക്ഷൻ കഴിയുമ്പോഴത്തേക്ക് അത് അല്ലെങ്കിൽ വൺസ് ഇത് Mn2+ ആയി കഴിഞ്ഞാൽ അത് Mn2+ ആയി കഴിഞ്ഞാൽ അതിന് കളർ കാണത്തില്ല. പക്ഷേ നമ്മളുടെ ആ റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ ആ അയൺ പോലെയുള്ള അനലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ KMnO4 MnO4 ആയിട്ട് തന്നെ ഇരിക്കും. സോ ഇറ്റ് വിൽ ഗെറ്റ് എ പെയിൽ പിങ്ക് കളർ. ഇനി അത് നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഓക്സാലിക് ആസിഡ് വേഴ്സസ് KMnO4 നോക്കാം. ഇനിയും നമ്മളൊരു കാര്യം പറയാൻ മറന്നുപോയി. KMnO4 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈമറി സ്റ്റാൻഡേർഡ്. വി ഹാവ് ഓൾറെഡി ലേൺഡ് വാട്ട് ഈസ് എ പ്രൈമറി സ്റ്റാൻഡേർഡ്. എ പ്രൈമറി സ്റ്റാൻഡേർഡ് നമുക്കത് വെയ് ചെയ്ത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന കോമ്പൗണ്ട്സ് ആണ് പ്രൈമറി സ്റ്റാൻഡേർഡ്. ബട്ട് KMnO4 നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് KMnO4 ഓൾറെഡി കുറേയൊക്കെ ഓക്സിഡൈസ് ചെയ്ത് മാംഗനീസ് ഡയോക്സൈഡ് ആയിട്ട് ഇരിക്കുന്നത്. പിന്നെ അതിന്റെ സോലുബിലിറ്റിയും അത്ര കംപ്ലീറ്റ്ലി സോലുബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ ഇപ്പം നമ്മൾ 1 gram KMnO4 എടുത്തിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കാൻ നോക്കുകയാണെങ്കിൽ ഈ 1 gram KMnO4-നകത്ത് കുറച്ച് മാംഗനീസ് ഡയോക്സൈഡ് ആയിരിക്കും. പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്യത്തുമില്ല. സോ ഇഫ് യു ടേക്ക് എ സൊല്യൂഷൻ ഓഫ് 1 gram KMnO4 ഇൻ വാട്ടർ, ആ സൊല്യൂഷനകത്ത് 1 gram കാണത്തില്ല. അത് കുറേയൊക്കെ അൺഡിസോൾഡ് ആയിട്ടും കുറേയൊക്കെ ബൈ പ്രോഡക്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. ഇനി KMnO4 പ്രൈമറി സ്റ്റാൻഡേർഡ് അല്ലാത്തത് കൊണ്ട് നമ്മളുടെ ഈ ടൈട്രേഷനകത്തൊക്കെ ഫസ്റ്റ് വി ഹാവ് ടു standardize KMnO4. For that we need a primary standard. The primary standards which are normally used are oxalic acid, sodium oxalate, more salt, etc. ഇനി ഈ equation നോക്കിയേ, KMnO4 this equation shows the titration of KMnO4 with the oxalic acid. Equation 2MnO4 minus plus 5C2O4 2 minus plus 16H plus giving 2Mn2 plus plus 10CO2 plus 8H2O. നമ്മൾ KMnO4 ടൈട്രേഷൻ എപ്പോഴും അസിഡിക് സൊല്യൂഷനിലായിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനിയും
ഓക്സാലിക് ആസിഡ് യൂസ് ചെയ്തിട്ടുള്ള ടൈട്രേഷൻ ആണെങ്കിൽ യു ഹാവ് ടു ഹീറ്റ് ദ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുന്ന ആ സൊല്യൂഷൻ, അതായത് ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ നമ്മൾ കുറച്ചൊന്ന് ഹീറ്റ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ ഈ ഓക്സാലിക് ആസിഡ് KMnO4 റിയാക്ഷന്റെ ബൈ പ്രോഡക്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ അത് ഹീറ്റ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്കേപ്പ് ചെയ്ത് പോയില്ലെങ്കിൽ ബാക്ക് റിയാക്ഷൻ നടന്നിട്ട് ഇതിന്റെ റിയാക്ഷന്റെ റേറ്റ് കുറയും. കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓക്സാലിക് ആസിഡ് KMnO4 മിക്സർ ഹീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ KMnO4 ടൈട്രേഷൻ വിത്ത് ഓക്സാലിക് ആസിഡിനകത്ത് ടൈട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഓക്സാലിക് ആസിഡ് സൊല്യൂഷൻ ഒന്ന് ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മളത് ടൈട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് റിഡോക്സ് റിയാക്ഷൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്യാമെന്ന് അറിയാമോ? ഇല്ലെങ്കിൽ ഈ സ്ലൈഡിനകത്ത് നമ്മൾ എങ്ങനെയാണ് റിഡോക്സ് റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നത് പറയും. ഇപ്പൊ KMnO4 വേഴ്സസ് ഓക്സാലിക് ആസിഡ് ആണെങ്കിൽ അതിനകത്ത് രണ്ട് സിസ്റ്റമാണ് ഉള്ളത്. Mn+7 Mn2+ ആവുന്നതും ഓക്സലേറ്റ് അയോൺ, അതായത് Mn+7 എന്നുള്ളത് Mn2+ ആവുന്നതും ഓക്സലേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആവുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഈ റിയാക്ഷൻസ് അങ്ങ് എഴുതണം. ഓക്സിജൻ വേറെ ഒന്നും എഴുതാതെ നമ്മൾ ആദ്യം ഈ രണ്ട് റിയാക്ഷൻസ് എഴുതും. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഓക്സിജനെ നമ്മൾ ബാലൻസ് ചെയ്യണം. അപ്പൊ ഈ രണ്ട് ഇക്വേഷനിൽ നമ്മൾക്ക് MnO4 ഗിവിംഗ് Mn2+ എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, C2O4 2- ഗിവിംഗ് 2CO2 എന്നുള്ള ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനകത്ത് MnO4ന്റെ ഓക്സിജനെ നമുക്ക് ബാലൻസ് ചെയ്യണം. MnO4നകത്ത് 4 ഓക്സിജൻ ഉണ്ട്. അപ്പൊ എത്ര ഓക്സിജൻ ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വാട്ടർ ആഡ് ചെയ്യണം. വാട്ടർ എന്ന് പറഞ്ഞാൽ H2O ആണ്. അതിൽ ഒരു ഓക്സിജൻ അല്ലേ ഉള്ളൂ. അപ്പോൾ 4 ഓക്സിജൻ ആഡ് ചെയ്യണമെങ്കിൽ 4 വാട്ടർ ആഡ് ചെയ്യണം. ഇനിയും വൺസ് നമ്മൾ അത് ബാലൻസ് ചെയ്ത് കഴിയുമ്പം ഇവിടെ വാട്ടർ ആഡ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ H+ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം രണ്ട് ഹാഫ് റിയാക്ഷൻസ് എഴുതും. അതിനുശേഷം ഓക്സിജന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ ആഡ് ചെയ്യും. അതിനുശേഷം വാട്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള H+ ആഡ് ചെയ്യും. അപ്പൊ ഇത്ര ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇലക്ട്രോൺസിനെ ബാലൻസ് ചെയ്യണം. ഇപ്പൊ MnO4 Mn2+ ആവുമ്പം MnO4 accepts 5 electron and becomes Mn2+. അതുപോലെ ഓക്സലേറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആകുമ്പം ഓക്സലേറ്റ് ലൂസസ് 2 ഇലക്ട്രോൺ. നമ്മൾ ഇക്വേഷൻസ് ഇലക്ട്രോൺസ് വെച്ചിട്ട് അല്ലെങ്കിൽ ലോസ് ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് നമ്മൾ അക്കൗണ്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ ആ ഇക്വേഷൻസ് നമ്പർ ഓഫ് ഇക്വേഷൻസിനെ ബാലൻസ് ചെയ്യാനായിട്ട് അത് ഇപ്പൊ ഇവിടെ 5 ഇലക്ട്രോൺ ആകുമ്പോൾ നമ്മൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ 2 ഇലക്ട്രോൺ ആകുമ്പോൾ നമ്മൾ അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് ഈ രണ്ട് റിയാക്ഷൻ കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഇനിയും റിഡോക്സ് ടൈട്രേഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് ബേസിക് സൊല്യൂഷൻ ആണെങ്കിൽ ആ സൊല്യൂഷനകത്ത് അതിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട്. നമ്മളിപ്പോൾ കൂടുതലും KMnO4 ടൈട്രേഷൻ ചെയ്യുന്നത് അസിഡിക് സൊല്യൂഷനിലായതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് ആ ബാലൻസിങ് പഠിച്ചാൽ മതിയാവും. അപ്പോൾ KMnO4 അല്ലെങ്കിൽ പെർമാംഗനേറ്റ് ടൈട്രേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതുവരെ പറഞ്ഞത് റിഡോക്സ് ടൈട്രേഷൻസ് ആർ ടൈട്രേഷൻസ് ഇൻവോൾവിംഗ് ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടക്കുന്ന ടൈട്രേഷൻസ് ആണ് റിഡോക്സ് ടൈട്രേഷൻ. Oxidation is loss of electron, reduction is gain of electron. Oxidizing agent accepts electron and gets reduced. Reducing agent loses electron and gets oxidized. KMnO4 is a strong oxidizing agent, but the oxidation power is more in acidic solution. So KMnO4 titration is carried out in the presence of dilute sulfuric acid. While carrying out redox titration, we have to take in account how many electrons are being transferred. ആ ഇക്വേഷനകത്ത് നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൊടുക്കണം. പിന്നെ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഹാഫ് റിയാക്ഷൻസ് രണ്ടും എഴുതും. അത് കഴിഞ്ഞ് ഓക്സിജൻ ബാലൻസ് ചെയ്യും വിത്ത് വാട്ടർ. അത് കഴിഞ്ഞ് H+ ആഡ് ചെയ്യും കറസ്പോണ്ടിങ് ടു വാട്ടർ. പിന്നെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അക്കൗണ്ട് ചെയ്യും. പിന്നെ ഇലക്ട്രോൺസിന് ഇക്വേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ആൻഡ് ഫൈനലി വി വിൽ ആഡ് അപ്പ് ദ റിയാക്ഷൻസ്. ഇനി നമ്മൾ പോകുന്നത് ഡൈക്രോമെട്രിയിലേക്കാണ്.